കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലോക്ക് ആയിട്ടുള്ള ഐഫോൺ ഒക്കെ നമുക്ക് അൺലോക്ക് ആക്കാൻ പറ്റുക, ഡിസേബിൾ ആയ ഐഫോൺ എങ്ങനെ അൺലോക്ക് ആക്കാൻ പറ്റും എന്നുള്ളത്. ഇന്ന് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകും. FRP ലോക്കായി പോകും, അതായത് ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കായി പോകും സാംസങ് ഫോണുകളിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻ പാറ്റേൺ ആവട്ടെ, ഫേസ് ലോക്ക് ആവട്ടെ, ഫിംഗർ പ്രിൻ്റ് ആവട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ചിലപ്പോൾ എടുത്തൊന്നും വരില്ല, നിങ്ങളുടെ പാറ്റേൺ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു പോയിട്ട് നിങ്ങൾക്ക് ഫോൺ അൺലോക്ക് ആക്കാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞാൽ അതെല്ലാം അൺലോക്ക് ആക്കാനായിട്ട് പറ്റും ആൻഡ്രോയിഡിന്. അതായത് ടെനോർഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ തന്നെ ഫോർ യു കീ എന്ന് പറഞ്ഞിട്ടുള്ള ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ള അൺലോക്കർ സോഫ്റ്റ്വെയർ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആൻഡ്രോയിഡിൻ്റെ സ്ക്രീന് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ FRP ലോക്ക് ബൈപ്പാസ് ചെയ്യാനും പറ്റും. അതായത് FRP ലോക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് നമുക്ക് എഴുതിയിട്ടുണ്ട് റിമൂവ് ആൻഡ്രോയിഡ് പാസ്വേഡ്, അതായത് പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാലോ പാറ്റേൺ ഇട്ട് കഴിഞ്ഞാലോ ഫിംഗർ പ്രിൻ്റ് ഇട്ട് കഴിഞ്ഞാലോ ഫേസ് ലോക്ക് ഇട്ട് കഴിഞ്ഞാലോ നിങ്ങൾക്ക് അത് റീസെറ്റ് ചെയ്ത് അത് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സാംസങ് ഡിവൈസിൻ്റെ FRP ലോക്ക് നമുക്ക് പാസ്വേഡ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് 12 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ പോവാതെ തന്നെ നമുക്ക് സാംസങ് ഫോണുകൾ അൺലോക്ക് ചെയ്യാൻ പറ്റും. സാംസങ് ഫോണുകൾക്കാണ് കേട്ടോ, ഡേറ്റ പോവാതെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രീൻ ലോക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ലോക്കായി പോയി, അതായത് FRP ലോക്കായി പോയി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് നമ്മുടെ സാംസങ് ഗാലക്സി S22 ഉൾപ്പെടെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു ഫോണിൻ്റെയും ലോക്ക് സ്ക്രീൻ മാറ്റാനായിട്ട് പറ്റും. ഓപ്പോ, സോണി, OnePlus ഈ 3 കമ്പനികൾ ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പാറ്റേൺ ആവട്ടെ, ലോക്ക് സ്ക്രീൻ പിൻ ആവട്ടെ, പാസ്വേഡ് ആവട്ടെ, ഫേസ് ലോക്ക് ആവട്ടെ, ഫിംഗർ പ്രിൻ്റ് ആവട്ടെ, എല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ ഇതിനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണേ. ജസ്റ്റ് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഞാനത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു USB കേബിൾ വഴി നിങ്ങൾക്ക് ഏത് ഫോണാണോ അൺലോക്ക് ചെയ്യാനുള്ളത് ആ ഫോൺ കണക്ട് ചെയ്യുക. അതാ നമ്മുടെ ഫോർ യു കീ ഫോർ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സ്ക്രീൻ അൺലോക്കും അതുപോലെ തന്നെ നമുക്ക് FRP മീൻസ് ഗൂഗിൾ അക്കൗണ്ടാണ് ലോക്കായി പോയിട്ടുള്ളത്. അങ്ങനെ ഗൂഗിൾ അക്കൗണ്ട് ലോക്കായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ FRP ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് സ്ക്രീൻ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിവൈസ് ആയാലും, രണ്ടാമത്തത് ഡേറ്റയൊന്നും പോവാതെ തന്നെ സാംസങ്ങിൻ്റെ ഫോണുകളിൽ നിങ്ങൾക്ക് സ്ക്രീൻ അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് സാംസങ് ഡിവൈസസിന് മാത്രമാണ്. റിമൂവ് സ്ക്രീൻ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ USB കേബിൾ വഴി നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യുക. ഫോൺ കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതവിടെ കാണിക്കും. അത് സെലക്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിനെ അൺലോക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് ഏതാണോ അൺലോക്ക് ചെയ്യാനുള്ളത്, എങ്ങനെയാണോ അൺലോക്ക് ചെയ്യാനുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു USB കേബിളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഫോൺ സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ കാണും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലോക്കായി പോയിട്ടുള്ള ആൻഡ്രോയിഡ് ഡിവൈസുകൾ നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരമുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാര്യം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഫോൺ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അത് റിക്കവർ ചെയ്യണമെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ടെനോർഷെയറിൻ്റെ ഫോർ യു കീ ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കൊണ്ടുവന്നായിരിക്കും. ബൈ.